രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ. ഈ പക്ഷിക്ക് ഘ്രാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത്. എന്നിട്ടും പൊടുന്നനവേ പക്ഷി പാട്ട് നിർത്തിക്കളഞ്ഞു. ഇത് ബുൾഫിഞ്ചാണെന്ന് ഉറപ്പാണോ? ബുൾഫിഞ്ചിന്റെ ഗണത്തിൽപ്പെടും. 198 പക്ഷികളെ കേരളത്തിലുള്ളൂ എന്നാണല്ലോ നിഗമനം. അത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. പല പക്ഷി ഗവേഷകർക്കും അതൊരു കനത്തടിയായിരിക്കും. തീർച്ചയായും. പക്ഷി ഗവേഷണത്തിനായി ഞാൻ എൻ്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് രാത്രിയും പകലും അലയുകയാണ്. എങ്ങനെയെങ്കിലും ഈ കൊല്ലത്ത് സലീം അലി അവാർഡ് വാങ്ങിയാലേ എന്റെ മനസ്സിനൊരു സുഖമുണ്ടാവും. അങ്ങേ അറ്റത്തെ കൂർമ്മ ബുദ്ധി. 50 ആളുകൾ ഒരുമിച്ച് ചെന്നാലും അവരെയൊക്കെ അടിച്ച് തറപറ്റിക്കാൻ കഴിയുന്നത്ര ശരീരശക്തി. എറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസൻ. സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാം. പാടില്ല. അയാളെ അടിയോടെ പിഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം. പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും. അറസ്റ്റ് ചെയ്യുക, കുറെ ഇടി കൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കുക, ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക. ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം. കാറ്, വെടിയുണ്ടകൾ, നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു 10,000 രൂപ. 10,000 രൂപയോ? എന്താ പേടിച്ചു പോയോ? ചിലപ്പോൾ ഒരു കാർ ചേസ്, മറ്റു ചിലപ്പോൾ വില്ലന്മാർ താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഞങ്ങളുടെ താമസം, ഭക്ഷണം, ഇതൊക്കെ കാശില്ലാതെ നടക്കൂ. കേസ് പിടുത്തം വളരെ ചെലവുള്ള ഏർപ്പാടാണ്. അപ്പൊ വന്ന് കാശ് ചോദിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വി ആർ സീരിയസ് ഫ്രം തമിഴ്നാടു. പിന്നെ കാർ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് തന്നെ ആയിക്കോട്ടെ, അല്ലേ സി.ഡി. മിസ്റ്റർ രാംദാസ്? അങ്ങനെ ആയിക്കോട്ടെ സി.ഡി. മിസ്റ്റർ വിജയൻ. മുഖ്യമന്ത്രി പോലും അംബാസഡർ കാറിലാണ് സഞ്ചരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ബെൻസ് വേണം. സർ, ജീപ്പ് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അന്നത്തെ ആ കൊലയാളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ? റിപ്പോർട്ട് വന്നല്ലോ. AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ്? ഓ, നമ്മുടെ AB പോസിറ്റീവ്. ആ, അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സ്വർണം കണ്ടാൽ വിസിലടിക്കുന്ന ഒരു മെഷീനില്ലേ, അതും വേണം. പോലീസ് സേന എപ്പോഴും റെഡിയാക്കിയിരിക്കണം. തൂക്കുകളോ മറ്റായുധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം. ഞങ്ങളിതാ നീങ്ങുകയാണ്. അവസാനമില്ലാത്തൊരു പോരാട്ടത്തിന് ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു. കമാൺ. ആ, കുറച്ച് പോലീസ് നായ്ക്കളെ കൂടെ റെഡിയാക്കി നിർത്തിക്കോളും. സാർ ഇവിടെ? DYSP ഒന്ന് കാണാൻ ഇറങ്ങിയതാ. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയുന്നുണ്ട്. അതിന്റെ തറക്കല്ലിടാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം എന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ അനാഥ മന്ദിരത്തിന്റെ ചില കാര്യങ്ങളുമുണ്ട്. മക്കളില്ലാത്ത എനിക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെയുള്ളൊരു ആശ്വാസം. ആ, കേസ് അന്വേഷണമൊക്കെ എതിരെയായി. ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. കമാൺ. ദാമു, മറ്റേ തിയേറ്ററിലെ ജെയിംസ് ബോണ്ട് പടവാ. അത് നമുക്ക് നാളെ. അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഈ ജെയിംസ് ബോണ്ട് അവിടെ നിൽക്കട്ടെ. നല്ല വിശപ്പ്, നമുക്ക് വല്ല കഴിക്കാം.
ആള് പോയി. നീ എന്തിനാ എന്നെ കയറി പിടിച്ച്? ഞാൻ അയാളെ കയറി പിടിച്ചപ്പോ നിന്നെ കയറി പിടിച്ചപ്പോ പിടിച്ചു. പൊയ്ക്കളഞ്ഞല്ല. നീ ആളുടെ മുഖം കണ്ടോ? മോഹൻ കാണാനൊന്നുമില്ല, അയാളുടെ ആള് തന്നെ. ഏതായാലും ഒരു ഷൂ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആളെ പിടിക്കാൻ വിഷമമില്ല. എങ്ങനെ? ഒറ്റ ഷൂ ഇട്ട് നടക്കുന്ന ആളെ പിടിച്ചാൽ മതിയല്ലോ. എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. ആ പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കേണ്ട വിജയ, ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ്ണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയ് എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ ദേ, ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട് ദേ ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ. ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. എടാ ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1 or 2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കി കൊണ്ട് വെക്കാൻ. അത് ശരി. അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് പിന്നെ മനസ്സിലായി. അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് യു സക്സസ്. അപ്പൊ ഈ സിറിഞ്ച് സിറിഞ്ചിന്റെ അമ്മൂമ്മയുടെ മനസ്സിലായി. ആരാ? ഞാൻ എന്ത് വേണം? നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ഇവിടെ ജോലിയൊന്നുമില്ല. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. ഇവിടെ പാരം വേണ്ട. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. ഓടവിടുന്നു. ഭക്ഷണവും വേണ്ട സാർ. എന്തായി? അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനാ? ഒന്നുകൂടെ ചെന്ന് നോക്ക്. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോര എടുക്കാലോ. എടാ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ എവിടെ? എന്നാൽ ഇനി നീ താടി ഒട്ടിച്ച് ചെല്ല്. താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ലടാ. ഈ ചുറ്റുപാടിൽ തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി. അതുകൊണ്ടെന്താ കാര്യം? എപ്പോഴും നമുക്ക് അയാളെ വാച്ച് ചെയ്യാൻ പറ്റും. അയാളുടെ നീക്കങ്ങളും നമുക്ക് കാണാം. രാത്രി വന്ന് രക്തം കൊടുക്കാം. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ? വേണം. വലിയ വീട്, കാർ, AC, ഫ്രിഡ്ജ്. അതാ പറഞ്ഞ മോച്ചല്ലേ. ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. പറഞ്ഞ എന്നെ പറ്റി ആയിരിക്കില്ല. തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മേ, ഈ തങ്കപ്പൻ ഒരു പാവാണ് കൊച്ചമ്മേ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് ആരെയും വേണ്ട. ആരെവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ്, ഇതിലല്ല, അപ്പുറത്തോടെ വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാ നീ ആരാ? എടാ വായ നിൽക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് ഈ വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, വിധികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. അയ്യോ, വഴിപോക്കൻ.
രാജേഷിന് സമയം മാറിയത് ഓർത്തില്ല. തങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, അങ്ങോട്ട് കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കണമെങ്കിൽ വല്ല ഊട്ടിയിലും വല്ലയിടത്ത് പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്നാം. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ അല്ല തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. ആ, അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലിക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോണ്ടിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ? എടാ നീ വെള്ളം നിറച്ചില്ലേ? അവന്റെ ഇവിടെ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളം ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കും ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷമല്ലേ നിന്റെ ഭർത്താവായത്? ഓ, എടാ തങ്കപ്പ നിന്നോടാ പറഞ്ഞത്. എടാ നോക്കി നിൽക്കാതെ കീറണ. എനിക്കൊരു ഉണ്ടാവില്ല. കയ്യും കഴുകി വെട്ടി വീഴാനങ്ങ് വന്നേക്കട്ടെ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിയോ കീറിയോ. ആരാ? സാറിവിടെ ആരാടോ താൻ? ഞാൻ അവന് ഇവിടുത്തെ പുതിയ വേലക്കാരനാ തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് പേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പാ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. നീ കക്കൂട. എവിടുന്ന ഈ വഴിക്ക്? മോനെ ഡേക്കറിന്ന് കൊണ്ടുവരാൻ പോയതാ. അന്ന് ശോഭയുടെ വീട്ടിൽ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഭീകരനെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ കൊണ്ടൊന്ന് കാപ്പി കുടിക്കാതെ പോയത്. അതിനെന്താ, കാപ്പിയേക്കാൾ വലുതല്ലേ കേസ് അന്വേഷണം? തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരണം. അമ്മ 1-2 തവണ അന്വേഷിച്ചു. തിരക്കാണ്, എങ്കിലും വരാം. പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല.